ഇന്ന് വൈകുന്നേരം നമ്മുടെ കമലമ്മയെ ലോകനാർക്കാവിൽ അമ്പലത്തിൽ ഒന്ന് വണ്ടിയിൽ ഇറക്കി കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ കമലമ്മയാണ് എന്നെ ഓർമ്മിപ്പിച്ചത് ഇന്ന് കാവിൽ ഉത്സവത്തിന്റെ കൊടിയേറ്റമാണെന്ന്. കമലമ്മയെ ഇറക്കിവിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി ദിശയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അപ്പോഴാണ് ദിശയ്ക്കും ആ ആഗ്രഹം പൂത്തുലഞ്ഞത്. ചില തിരക്കുകൾ ഉണ്ടെങ്കിലും നമുക്ക് രണ്ടുപേർക്കും ഒന്ന് അമ്പലത്തിലേക്ക് പോയിട്ട് വന്നാലോ എന്ന്. ഒട്ടും അമാന്തിച്ചില്ല. ഞങ്ങൾ രണ്ടുപേരും നേരെ ലോകനാർക്കാവ് ക്ഷേത്രത്തിലേക്ക് കുതിച്ചു. കാവിൽ ഉത്സവം കൊടിയേറി മക്കളെ, കൊടിയേറി ബാലകൃഷ്ണനല്ലോ, കൊടിയേറി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലോകനാർക്കാവിലെ 3 ക്ഷേത്രത്തിലും ഉത്സവം കൊടിയേറിയിട്ടുണ്ട്. ആ കാഴ്ച നിങ്ങളെ കാണിക്കാൻ ഞാൻ ഒരുപാട് ആവേശം കൊണ്ടു. ഉത്സവത്തിരക്കിനിടയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് പ്രിയ സുഹൃത്ത് ജയേഷിനെ കണ്ടുമുട്ടിയത്. അതുപോലെ തന്നെ മറ്റു പല സുഹൃത്തുക്കളെയും അവിടെ വെച്ച് കാണാനുള്ള ഭാഗ്യമുണ്ടായി. പക്ഷേ സ്വന്തം കമലമ്മയെ മാത്രം എവിടെ തിരിഞ്ഞിട്ടും കാണാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ആരോ പറഞ്ഞറിഞ്ഞത് ലഘുഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചു എന്തായാലും കമലമ്മ അവിടെ കാണുമെന്ന്. കാരണം അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രസാദവും കമലമ്മയായിട്ട് ഒഴിവാക്കാറില്ല. അതാ നിൽക്കുന്നു നമ്മുടെ കമലമ്മ. അങ്ങനെ കാവിലമ്പലത്തിൽ വെച്ച് എന്റെ കാവിലമ്മയെയും എന്റെ കമലമ്മയെയും ഒരുമിച്ച് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. കമലമ്മ ക്യൂവിൽ തിരക്കിലാണ്. കമലമ്മയുടെ പ്രിയ സുഹൃത്ത് മറ്റൊരു കമലമ്മയെയും ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. കുട്ടികളാരും അറിയാതെ വന്നതിനാൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കുതിച്ചു.